ഏത് നട്ടപ്പാതിരാക്ക് വിളിച്ച് സ്വീറ്റ് കോണും ആണോ ചോളകമാണോ എന്ന് ചോദിച്ചാൽ അപ്പം എണീറ്റ് കഴിക്കും ഞാൻ കേട്ടോ. അത്രയും ഫേവറേറ്റ് ആണ് എനിക്ക് ഒരു രാവിലെ നീച്ച് ചായയും കടി ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ഞാൻ ഈ ഒരു സംഭവമാണ് കേട്ടോ അടുപ്പത്ത് വെച്ചത്. അതിനുശേഷമാണ് ഞാൻ ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ നിന്നത്. എന്തായാലും ഇന്ന് പുട്ടായിരുന്നു കേട്ടോ, ഒരു എളുപ്പ കടിയായിരുന്നു. 2 ദിവസത്തെ ഡ്രസ്സ് അലക്കാണ്ടായിരുന്നു. ഞാനധികം ഒന്നരാടാണ് കേട്ടോ അലക്കാറുള്ളത്, ഡെയിലി അലക്കാറില്ല. കാരണം അത്രയും തോനെ ഡ്രസ്സൊന്നും അലക്കാണ്ടാവാറില്ല. എന്തായാലും അടുക്കളപ്പണീൻ്റെ ഇടയിൽ ഇതവിടെ ചെയ്ത് വെച്ചാൽ അതവിടെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുമല്ലോ. നമ്മുടെ ചായയും കടിയും ചോറും കൂട്ടാനൊക്കെ ആകുമ്പോഴേക്ക് ഇതും സെറ്റായിട്ടുണ്ട്. ഇതിൽ അലക്കുന്നത് വലിയ തൃപ്തിയൊന്നും ഇല്ലെങ്കിലും ഇടക്കിടക്ക് ഞാൻ ഇതിലിടും. ചിലപ്പോൾ ഞാൻ കല്ലിൽ അലക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. എനിക്കെന്താ തോന്നുന്നു അതപ്പോൾ ചെയ്യും. പക്ഷേ ഇന്നൊരു സ്പെഷ്യലാണ് കേട്ടോ, വെറും പുട്ടല്ല, പുട്ടുപ്മാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതും കുഞ്ഞാക്കാൻ്റെ ഓർഡറാണ്. കുറേ ദിവസമായി പറയുന്നു പുട്ടുപ്മാവ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നു. പക്ഷേ ഞാനിതിലേക്ക് കുറച്ച് മുട്ടയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് സ്പെഷ്യൽ ആവട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞ ഒരു സംഭവം ഇവിടെ വെന്ത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. എനിക്ക് എന്താണെന്നറിയില്ല, അതിനോട് ഭയങ്കര ക്രഷാണ്. പിന്നെ ഒന്നും നോക്കില്ല, 2 ദിവസത്തിനുള്ള സാമ്പാർ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ സാമ്പാറും മോരുകറിയൊക്കെ ഞാൻ 2 ദിവസത്തിനാണ് കേട്ടോ വെക്കാറ്. കാരണം നമുക്കൊരു ദിവസം വെച്ച് കഴിഞ്ഞാൽ അത് മുതലാവില്ല കേട്ടോ. കാരണം എന്തായാലും 2 ദിവസത്തിന് കറി വേണമല്ലോ. അപ്പം ഞാനധികം ഈ വക ഐറ്റംസൊക്കെ 2 ദിവസത്തിനാണ് കേട്ടോ വെക്കാറ്. പിന്നെ ഒരു പയറുപ്പേരി, ഒരു കൊത്തവരപ്പേരി, ഇതൊക്കെ ആയിരുന്നു. കുറച്ച് പപ്പടം, കുറച്ച് ചെമ്മീൻ പൊടിച്ചതുണ്ടായിരുന്നു. ഇതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ കുഞ്ഞാക്ക് വരുന്നത്. അപ്പോൾ കുഞ്ഞാക്ക് വന്നപ്പോൾ ഈ ഒരു മധുരമുള്ള ചിപ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിച്ചൊരു മുട്ടായിയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ തുടരും മൂവി കാണാം. അന്ന് ഓടിച്ചാറിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കണ്ടിട്ടുണ്ടായിരുന്നു. മുട്ടായി എന്ന് പറയുമ്പോൾ എനിക്ക് കൊണ്ടുവരുന്നതല്ല കേട്ടോ, അതൊക്കെ കുട്ടികൾക്ക് കൊണ്ടുവരുന്നതാണ്. എന്തായാലും ഞാൻ പറയാറുണ്ടല്ലോ, അതൊന്നൊന്ന് കൈയിട്ട് വയറിൽ എനിക്കൊരു മസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇനിയിപ്പോൾ ഞാൻ എടുത്തിട്ടില്ലെങ്കിലും അവരെനിക്ക് തരും കേട്ടോ. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇങ്ങനെ സമാധാനത്തിൽ ഇരിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് കേട്ടോ കുഞ്ഞാക്ക് വന്നപ്പോൾ ബീഫും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സാധാ ബീഫ് ഉണ്ടായിരുന്നു, കുറച്ച് നമുക്ക് കപ്പയ്ക്ക് ഇട്ട് വെക്കാനുള്ള എല്ലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇത്രയും ടൈം ആയതുകൊണ്ട് തന്നെ കുഞ്ഞാക്ക് ഉള്ളിയൊക്കെ തെളിക്കാൻ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് പാചകമൊക്കെ പിന്നെ എളുപ്പമായി. പിന്നെ നമ്മുടെ പൊടിയുപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ കല്ലുപ്പ് മിക്സിയിലിട്ടിട്ട് പൊടിയുപ്പാക്കാറാണ് കേട്ടോ. അപ്പോഴേക്ക് പിന്നെ കപ്പയൊക്കെ ചെത്തി നുറുക്കി കുക്കറിലിട്ട് അപ്പോഴേക്ക് ബീഫും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സാധാ ഒരു ബീഫല്ല, ഇതിലേക്ക് എല്ലും പുളി എന്ന് പറയുന്ന അങ്ങനെയാണ് കേട്ടോ ഞാനിത് വെച്ചിട്ടുണ്ടായിരുന്നത്. പൂളാന്ന് പറയും ഞങ്ങളവിടെ. കപ്പയും എല്ലും വെവ്വേറെ വേവിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇതിലിട്ട് കുത്തി ഉടക്കുകയാണ് ചെയ്തത്. ഇടയിൽ 1-2 മാങ്ങയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം തന്നെ എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഒരു പോക്കറ്റ് ഷവർമ, ബ്രെഡ് ഷവർമ, അങ്ങനെ എന്തോ ഒരു സംഭവം. അപ്പം അങ്ങനെ അതും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഐറ്റംസ് ഒക്കെ കൊടുന്നാലും അടുത്ത സോസാണ് കേട്ടോ ഞങ്ങൾക്ക് ഹൈലൈറ്റ്. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ചക്ക കിട്ടൂല. ഇതും ഇമ്മ വന്നപ്പോൾ കൊടുന്നതായിരുന്നു. നല്ല പഴഞ്ചക്കയായിരുന്നു കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് പഴഞ്ചക്ക കഴിക്കുന്നത്. ഇത് കളർ കുറച്ച് കുറവാണെങ്കിലും നല്ല മധുരം ഉണ്ടായിരുന്നു. വൈകുന്നേരം ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞാക്ക കുട്ടികളെയും കൂട്ടി പോയി. 9 മണി വരെ ഞാൻ ഒറ്റക്കാണ്. അപ്പോൾ കപ്പയും പൂളും കഴിച്ച് ഞാൻ അവിടെ എങ്ങനെ ഇരുന്നു. കപ്പയും എല്ലാം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്